FB പാസ്വേഡ് മറന്നു റീസെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിരവധി മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. എനിക്ക് തന്നെ പെയ്ഡ് സർവീസിന്റെ സമയത്ത് പല ആൾക്കാർക്കും ഇതിന്റെ അവരുടെ അക്കൗണ്ടിന്റെ പാസ്വേഡ് ഓർമ്മയുണ്ടാവില്ല. നമ്മൾക്ക് ഫോൺ നമ്പർ തരും, അല്ലെങ്കിൽ അവരുടെ മെയിൽ ID തരും. ചിലപ്പോൾ ഈ സാധനങ്ങളും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ വീണ്ടും ഞങ്ങൾ അവരുടെ അക്കൗണ്ടിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തല്. പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ മസ്റ്റ് ആയിട്ടും പാസ്വേഡ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇനി അഥവാ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിന് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട മെയിൽ ID യും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഇതും നിങ്ങൾ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഏത് സമയത്തും നമുക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും. നമ്മൾ പേ ഔട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ വീണ്ടും നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കൂടാതെ തന്നെ നമ്മൾ ക്രോമിൽ കൂടി അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോമിൽ കയറുമ്പോഴും നമ്മളോട് പാസ്വേഡ് ചില സമയത്ത് ചോദിക്കാറുണ്ട്. അതുകൂടാതെ നമ്മളെ ഫോൺ മാറ്റുന്ന സമയത്തും നമ്മൾ വേറെ ഫോണിൽ നമ്മളെ അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്തും നമ്മളോട് പാസ്വേഡ് ചോദിക്കും. അപ്പൊ ഈ പല സമയത്തും നമ്മുടെ പാസ്വേഡ് ആവശ്യം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ആ പാസ്വേഡ് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ട് വെക്കുന്നത് നല്ലതായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ പാസ്വേഡ് മറന്നുപോയാൽ പാസ്വേഡ് എങ്ങനെയാണ് പുതിയത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, കൂടാതെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ലൈൻ കാണാൻ സാധിക്കും. ചില ആൾക്കാരുടെ റൈറ്റ് സൈഡിലായിരിക്കും, ചില ആൾക്കാരുടെ ലെഫ്റ്റിലായിരിക്കും, ചില ആൾക്കാരുടെ താഴെയും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്ത് അക്കൗണ്ട് സെന്റർ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെയുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ സാധിക്കും. മുകൾ ഭാഗത്ത് പ്രൊഫൈൽ ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നും കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഈ കോൺടാക്ട് ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ID ഏതാന്ന് വേണ്ടത്. നിങ്ങൾക്ക് നിലവിൽ ഇവിടെ മെയിൽ ID ഫോൺ നമ്പറൊക്കെ കാണും. ഇനി അഥവാ പുതിയത് മെയിൽ ID ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് ആഡ് ചെയ്യുക. നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോഡ് നമ്പർ നിലവിൽ അതിൽ കൊടുത്തിരിക്കുന്ന മെയിൽ IDയിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ കോഡ് നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ കോഡ് നമ്പർ ഇവിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അത് ആഡ് ആയിട്ട് വരില്ല. അവിടെ മെയിൽ ID യും അതുപോലെ തന്നെ ഫോൺ നമ്പറും ആഡ് ആയിട്ട് വരില്ല. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഭാഗമാണ് ഇവിടെ ഈ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഉള്ള ഈ ചേഞ്ച് പാസ്വേഡിൽ വീണ്ടും പോവുക. അവിടെ പോയതിനു ശേഷം നമ്മുടെ ഫേസ്ബുക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. ഫേസ്ബുക്ക് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾക്ക് നിലവിലുള്ള പാസ്വേഡ് ഓർമ്മയില്ലല്ലോ. അപ്പൊ എന്താക്കുക, ഫോർഗോട്ട് യുവർ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോഡ് നമ്പർ നിങ്ങളുടെ നിലവിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ മെയിൽ IDയിലോ പോകുന്നതായിരിക്കും. ആ കോഡ് നമ്പർ നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കണം. അതായത് നമ്മൾ ഈ ഫോർഗോട്ട് യുവർ പാസ്വേഡിന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ഇന്റർഫേസ് മാറും. നമ്മൾക്ക് ആ കോഡ് നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ആ കോഡ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുവാനുള്ള ഇന്റർഫേസ് വരും. അപ്പൊ അവിടെ പുതിയൊരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഡൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ID യും അതുപോലെ തന്നെ ഫോൺ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഇതൊക്കെ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ നിലവിൽ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് നല്ലത് തന്നെയായിരിക്കും. ഏത് സമയത്തും നമ്മൾക്ക് ആവശ്യം വന്നേക്കാം. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.